മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരത്തിൽ CH മുഹമ്മദ് കോയയുടെ പേരില്ലാത്തതിൽ അതൃപ്തി പരസ്യമാക്കി MK മുനീർ. തന്റെ പിതാവ് ജനഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത്. സ്മാരകങ്ങളെക്കാൾ പിതാവിനിഷ്ടം ജനഹൃദയങ്ങളിൽ ജീവിക്കാനാണ്. തനിക്ക് പരാതിയില്ല, പാർട്ടി ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്ന് കരുതുന്നുവെന്നും മുനീർ പ്രതികരിച്ചു. CHന്റെ പേര് ഒഴിവാക്കിയത് വിവാദമായതിന് പിന്നാലെയാണ് മുനീറിന്റെ പ്രതികരണം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട്. ഷഹീദ്, ഏത് വേദിയിലാണ് MK മുനീർ തന്റെ അതൃപ്തി പരസ്യമാക്കുന്നത്? ദിവിഷ, കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ ഓഫീസ് ഖൈദമില്ലത്ത് ഇസ്മായിൽ സാഹിബ് സെന്റർ തുടങ്ങിയത്. അതിന്റെ വിവിധ ഹാളുകളിലും റൂമുകളിലും ഒക്കെ വ്യത്യസ്ത നേതാക്കന്മാരുടെ പേരുണ്ട്. അഹമ്മദ്, ബനാത്ത് വാല, പോക്കർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുടെ പേരുണ്ട്. അങ്ങനെ ഒരു പേര് CH മുഹമ്മദ് കോയയുടെ പേര് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയാണ്. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്, MP ആയിരുന്ന ആളാണ്. ഇയാളുടെ പേര് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായിരുന്നു. KT ജലീൽ ഈ വിഷയം നേരിട്ട് തന്നെ പരാമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ CHന്റെ മകൻ കൂടിയായ MK മുനീർ MLA പ്രതികരണം നടത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് പ്രതികരണം തേടിയപ്പോഴാണ് കാര്യം അദ്ദേഹം വിശദീകരിച്ചത്. അതായത് ജനഹൃദയങ്ങളിലാണ് എന്റെ പിതാവ് CH മുഹമ്മദ് കോയ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്മാരകത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാളിന് പേര് നൽകുന്നതിലൂടെ അല്ല അദ്ദേഹത്തിന്റെ ഈ ജനങ്ങളുടെ അംഗീകാരം, പാർട്ടിക്കുള്ളിലെ അംഗീകാരം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ തനിക്ക് ഇതിൽ അങ്ങനെ ഒരു പരാതിയില്ല. പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് താൻ കരുതുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടിയിൽ തന്നെ പാർട്ടി അങ്ങനെ തന്റെ പിതാവിനെ അവഗണിച്ചു എന്ന് തനിക്ക് അഭിപ്രായമില്ല. പാർട്ടിയിലെ തന്നെ പല സംവിധാനങ്ങളിലും സ്മാരകങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന്റെ പേരുണ്ട്. പക്ഷേ ഇപ്പോൾ ഉയർന്നത് ഈ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റു നേതാക്കളിൽ നിന്ന് ആരെങ്കിലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവുകയോ വിമർശനമോ ഉയരുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാർട്ടിക്കകത്ത് ഇക്കാര്യം ചർച്ചയായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഡൽഹിയിൽ വളരെ കൊട്ടിഘോഷിച്ച് അവരുടെ അഭിമാന പദ്ധതിയായി ഉദ്ഘാടനം ചെയ്തതാണ് ഖൈദമില്ലത്ത് സെന്റർ, ഡൽഹിയിലെ ഓഫീസ്. ആ ഓഫീസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏക മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയായ CH മുഹമ്മദ് കോയയുടെ പേര്, വിവിധ നേതാക്കളുടെ പേര് സൂചിപ്പിച്ച പോലെ അഹമ്മദ്, ബനാത്ത് വാല ഉൾപ്പെടെയുള്ള പേരുണ്ട്. അപ്പോൾ CHന്റെ പേര് മാത്രം അങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു പാർട്ടിക്കകത്ത് ഉയർന്ന വിമർശനം. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ MK മുനീർ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് MK മുനീറിന്റെ വാക്കുകളിലേക്ക് തന്നെ പോകാം. ഇതില് ഞാൻ എന്തോ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. പാർട്ടിയോട് അങ്ങനെ പരാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം പാർട്ടി എൻ്റെ പിതാവിനെ പരിഗണിക്കുന്നില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ കേരളത്തിലുടനീളമുള്ള CH സെൻറ്ററുകൾ ഒക്കെ തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതല്ലേ. എൻ്റെ പിതാവും പാണക്കാട് കുടുംബവും തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പേര് വന്നേ തീരൂ എന്നൊന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ. അത്രയും പരിഗണന എല്ലാ സ്ഥലത്തും കിട്ടിയിട്ടുണ്ടല്ലോ. KT ജലീലിൻ്റെ പറയുന്നത് അദ്ദേഹം ഓർത്തല്ലോ. എനിക്കൊന്ന് പാർട്ടി ആലോചിച്ച കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. അല്ലാതെ